ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്കസ് പി എസ് സി. നമ്മളിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ജനറേഷനുകളെ കുറിച്ചാണ്. നമ്മുടെ പരീക്ഷയിൽ 1 മാർക്കിന് ജനറേഷനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ 5 ജനറേഷനാണ് നമുക്ക് ഉള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജിയിലെ 5 ജനറേഷനുകളെ കുറിച്ചും അവയുടെ സ്വിച്ചിങ് ഡിവൈസുകൾ ഏതാണ്, ആ 5 സ്വിച്ചിങ് ഡിവൈസുകളും കാലഘട്ടം കൂടാതെ എക്സാമ്പിൾ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഒന്നാമത്തെ തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. കാലഘട്ടം 1949 മുതൽ 55 വരെ. 49 മുതൽ 55 വരെ വാക്യൂം ട്യൂബ്സ് ആണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറായി ഉപയോഗിച്ചിരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് യൂണിവാക്, എഡ്വാക്, എഡ്സാക്, ENIAC. യൂണിവാക്, എഡ്വാക്, എഡ്സാക്, ENIAC എന്നിവയാണ് അതിന്റെ എക്സാമ്പിളുകൾ. അതുപോലെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന സ്വിച്ചിങ് ഡിവൈസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതിന്റെ കാലഘട്ടം 1956 മുതൽ 65 വരെയാണ്. 56 മുതൽ 65 വരെ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിളുകൾ IBM 7000, NCR 304, IBM 401, Atlas, CDC 1604, Mark III എന്നിവയാണ്. IBM 7000, NCR 304, IBM 401, Atlas, CDC 1604, Mark III. CDC വേർഷൻസ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റേഴ്സ്, അതായത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. മൂന്നാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചത് IC ചിപ്പാണ്. തേർഡ് ജനറേഷൻ ഉപയോഗിച്ചത് IC ചിപ്പാണ്. കാലഘട്ടം 1966, 75 കാലഘട്ടത്തിൽ ഉപയോഗിച്ചു. എക്സാമ്പിൾ എന്ന് പറയുന്നത് PDP 8, ICL 2900, IBM 360, TDC 316, ഹണിവെൽ 6000 സീരീസ്. ഇവയാണ് ഇതിന്റെ എക്സാമ്പിളുകൾ. ഫോർത്ത് ജനറേഷനായി ഉപയോഗിച്ചത് VLSI മൈക്രോ പ്രൊസസർ ആണ്. VLSI മൈക്രോ പ്രൊസസർ ആണ് ഫോർത്ത് ജനറേഷൻ ഉപയോഗിച്ചത്. കാലഘട്ടം 1975, 86. എക്സാമ്പിളുകൾ DEC 10, സ്റ്റാർ 1000, ക്രേ 1, ക്രേ XMB എന്നിവ. ക്രേ എന്ന് പറയുന്ന എക്സാമ്പിൾ ഉപയോഗിച്ചിരുന്നത് ഫോർത്ത് ജനറേഷനാണ് VLSI മൈക്രോ പ്രൊസസറിൽ. സ്റ്റാർ ഉപയോഗിച്ചതും ഫോർത്ത് ജനറേഷനിലാണ്. ഫിഫ്ത്ത് ജനറേഷനാണ് ULSI മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഫിഫ്ത്ത് ULSI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടം 1986 ആണ്. അപ്പൊ ഇത്രയും ജനറേഷനാണ് നമുക്കുള്ളത്. ഈ ഓരോ ജനറേഷനെയും നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാം. ഫസ്റ്റ് ജനറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വാക്യൂം ട്യൂബ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ജനറേഷൻ ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. അത് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. ജോൺ എ ഫ്ലെമിംഗ്. വാക്യൂം ട്യൂബ്സ് ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഇതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അൺറിലയബിൾ ആണ്. ഈ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ അൺറിലയബിൾ ആണ്, അതായത് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഈ വാക്യൂം ട്യൂബ്സിൽ മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ വെരി കോസ്റ്റ്ലി ആണ്. അത് വളരെ അധികം വില കൂടിയ ഒന്നാണ്. പക്ഷെ അതുപോലെ ജനറേറ്റ് ലോട്ട് ഓഫ് ഹീറ്റ്, ഏറ്റവും കൂടുതൽ ഹീറ്റ്, അതായത് ചൂടാകും, പെട്ടെന്ന് തന്നെ ചൂടാകുന്ന കമ്പ്യൂട്ടറാണ് ആ വാക്യൂം ട്യൂബ്സിന്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ മാൽ ഫംഗ്ഷൻ നടക്കാനും കമ്പ്യൂട്ടർ സ്ലോ ആകാനും ഇത് ഒരു കാരണമായി തീരുന്നുണ്ട്. അതായത് മാൽ ഫംഗ്ഷൻ നടക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ നന്നായി ഹീറ്റ് ആകുമ്പോൾ അത് അവിടെ മാൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസ് വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസ് നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് ലഭിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇൻപുട്ട് വാസ് ബേസ്ഡ് പഞ്ച് കാർഡ്സും അതുപോലെ പേപ്പർ ടേപ്പുമാണ് ഇൻപുട്ടിനായി ഉപയോഗിച്ചിരുന്നത്. പഞ്ച്ഡ് കാർഡ്സും പേപ്പർ ടേപ്പുമാണ് ഇൻപുട്ട് ഡിവൈസ് ആയി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഔട്ട്പുട്ട് വാസ് ഡിസ്പ്ലേ ഓൺ പ്രിന്റ് ഔട്ട് ആണ്. ഔട്ട്പുട്ട് പ്രിന്റ് ഔട്ടിന്റെ ഇതിലാണ് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. അത് വളരെ സ്ലോ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസിന്റെ ആണ് വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്നത്. വളരെയധികം സൈസ്, ലാർജ് സൈസ് ആണ്. അതായത് എന്താണ്, ലാർജ് ഇൻ സൈസ് ആൻഡ് ഓക്യുപ്പൈഡ് ലോട്ട് ഓഫ് മെമ്മറി, ഓക്യുപ്പൈഡ് ലോട്ട് ഓഫ് സ്പേസ്. അതായത് ഒരുപാട് സ്പേസ് കൂടുതലാണ്. വെരി കോസ്റ്റ്ലി ആണെങ്കിലും സൈസ് വളരെ കൂടുതലാണ്. അതിന് ജനറേറ്റ് വൈദ്യുതി, അതായത് ഹീറ്റ്, ലോട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതും ഇതിന്റെ ഒരു പ്രശ്നമാണ്.
അതിൽ പ്രവർത്തിക്കണമെങ്കിൽ AC വേണം. പ്രവർത്തിക്കണമെങ്കിൽ AC ആവശ്യമുള്ള ഒന്നാണ് വാക്വം ട്യൂബ്സ്. അതുപോലെ ഒരുപാട് ഇലക്ട്രിസിറ്റി ഇത് കൺസ്യൂം ചെയ്യും. ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ഒരുപാട് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഇത് കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് could solve only one problem at a time. ഒരു സമയത്ത് ഒരു പ്രോബ്ലം മാത്രമേ ഈ വാക്വം ട്യൂബ്സിന് ചെയ്യാൻ കഴിയൂ. അതായത് could solve only one problem at a time. ഒരു സമയത്ത് ഒരു പ്രോബ്ലം മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. ENIAC, EDSAC, UNIVAC, EDVAC എന്നിവയാണ്. അതായത് 4 എക്സാമ്പിളുകളാണ്: ENIAC, EDSAC, UNIVAC, EDVAC എന്നിവ. ഇതിൽ EDSAC കുറിച്ച് നമുക്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് ENIAC. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് ആണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ENIAC ആണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് ENIAC. അതുപോലെ EDSAC ഉണ്ട്, UNIVAC ഉണ്ട്. UNIVAC യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് UNIVAC എന്ന് പറയുന്നത്. പിന്നെ EDVAC. ഇതിനെയാണ് ഇതിന്റെ എക്സാമ്പിളുകൾ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. സെക്കൻഡ് ജനറേഷൻ ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. സെക്കൻഡ് ജനറേഷൻ ഉപയോഗിച്ചിരുന്നത്. അത് കണ്ടുപിടിച്ചത് ജെ ബർഡീനും വില്യം ഷോക്ലിയും W ബ്രട്ടൈനുമാണ്. ട്രാൻസിസ്റ്റർ ജെ ബർഡീൻ, W ഷോക്ലി, W ബ്രട്ടൈൻ എന്നിവരാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിലയബിൾ ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. അതായത് ഫസ്റ്റ് ജനറേഷനെ ബന്ധിച്ച് നോക്കുമ്പോൾ ഇത് റിലയബിൾ ആണ്. ഫസ്റ്റ് ജനറേഷൻ ആണ് അൺറിലയബിൾ ആണ്, ഇത് റിലയബിൾ ആണ്. അതുപോലെ സ്മോൾ സൈസ് ആണ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് സ്മോൾ സൈസ് ആണ്. ജനറേറ്റ് ലെസ് ഹീറ്റ്. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് ലെസ് ഹീറ്റേ വേണ്ടൂ, AC വേണം. അതുപോലെ സ്റ്റിൽ കോസ്റ്റ്ലി തന്നെയാണ്. ഇന്നും അത് ആ സമയത്തും കോസ്റ്റ്ലി തന്നെയാണ്. അതെ. കൂടാതെ പ്രത്യേകത മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യും. ഫസ്റ്റ് ജനറേഷനിൽ ആ മെഷീൻ ലാംഗ്വേജ് മാത്രമേ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആകുമ്പോഴേക്കും മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റർ ദാൻ ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് ഫാസ്റ്റ് ആണ്. അതുപോലെ കൺസ്യൂംഡ് ലെസ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് ഇലക്ട്രിസിറ്റി ലെസ്, കുറച്ച് മാത്രമേ വേണ്ടൂ എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതകളാണ്. അതുപോലെ ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. IBM 1620, IBM 7094, CDC 1604, CDC 3600, UNIVAC 1108 എന്നിവയാണ് ഇതിന്റെ എക്സാമ്പിളുകൾ എന്ന് പറയുന്നത്. തേർഡ് ജനറേഷൻ അടുത്തത് IC ചിപ്പ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എന്നാണ്. അത് കണ്ടുപിടിച്ചത് ജാക്ക് കിൽബി ആണ്. IC ചിപ്പ് ജാക്ക് കിൽബി. പ്രത്യേകതകൾ IC ആണ് ഉപയോഗിച്ചത്. അതുപോലെ മറ്റ് ഇതിനെ 2 ജനറേഷനെയും അപേക്ഷിച്ച് മോർ റിലയബിൾ ആണ്. സ്മോളർ സൈസ് ആണ്. സൈസ് വളരെ സ്മോൾ ആണ്. അതുപോലെ ജനറേറ്റ് ലെസ് ഹീറ്റ്. മറ്റ് ജനറേഷനുകളെ അപേക്ഷിച്ച് ലെസ് ഹീറ്റ് ആണ്. ചൂട് കുറവാണ്. ഫാസ്റ്റർ ആണ് തേർഡ് ജനറേഷൻ. ലെസർ മെയിൻ്റെനൻസും കുറവാണ്. മറ്റ് 2 ജനറേഷനും അപേക്ഷിച്ച് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. പക്ഷേ ആ കോസ്റ്റ്ലി തന്നെയാണ്. AC ആവശ്യമുണ്ട്. കോസ്റ്റ്ലി ആണ്, AC ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് ലെസ് ആണ്. വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യൂ. മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രത്യേകത ഹൈ ലെവൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ എക്സാമ്പിൾ IBM 360 സീരീസ് ആണ് ഉപയോഗിച്ചത്. IBM 360 സീരീസ്. അതുപോലെ ഹണിവെൽ 6000 സീരീസ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. പിന്നെ PDP ആണ്, പേഴ്സണൽ ഡാറ്റ പ്രൊസസർ ഉപയോഗിച്ചു. ഇത് മൂന്നുമാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളെ കുറിച്ചാണ്. ഫോർത്ത് ജനറേഷൻ ഉപയോഗിച്ചത് VLSI ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. വെരി ചീപ്പാണ്. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ റിലയബിൾ ആണ്. വിശ്വാസയോഗ്യമായ ജനറേഷനും കൂടിയാണ് ഫോർത്ത് ജനറേഷൻ. സൈസ് വെരി സ്മോൾ സൈസ് ആണ്. AC-യുടെ ആവശ്യമില്ല. അതുപോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആശയം ആരംഭിച്ചത് ഫോർത്ത് ജനറേഷനോടെയാണ്. കൺസെപ്റ്റ് ഓഫ് ഇന്റർനെറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷൻ ഓടെയാണ്. അതുപോലെ ഡെവലപ്മെന്റ് നെറ്റ്വർക്കിന്റെ ഫീൽഡിൽ ഒരു വികസനം എന്ന് പറയുന്നതും ഈ ഫോർത്ത് ജനറേഷൻ കാലഘട്ടത്തിലാണ്. നെറ്റ്വർക്കുകളുടെ വ്യാപനം ഉണ്ടാവുന്നതും ഈ ഫോർത്ത് ജനറേഷൻ കാലത്താണ്. ഇന്റർനെറ്റിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഫോർത്ത് ജനറേഷന്റെ കാലത്താണ്. അതുപോലെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയി ലഭിക്കുന്ന ഒന്നുമാണ് ഈ ഫോർത്ത് ജനറേഷൻ. അത് VLSI ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ AC ഉപയോഗിക്കാതെ ഫസ്റ്റ് ജനറേഷൻ ആണ് ഫോർത്ത് ജനറേഷൻ. എക്സാമ്പിൾ DEC 10, Star 1000,
PDP-11 ക്രേവൺ എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ക്രേവൺ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഫിഫ്ത് ജനറേഷൻ ആണ്. ULSI ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. ഫോർത്തില് VLSI ആണെങ്കിൽ ഫിഫ്തില് ULSI ടെക്നോളജിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കണ്ടുപിടുത്തം വരുന്നത് ഈ ഫിഫ്ത് ജനറേഷനാണ്. ട്രൂ ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഫിഫ്ത് ജനറേഷനിലാണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ഫിഫ്ത് ജനറേഷനിലാണ് നടക്കുന്നത്. സൂപ്പർ കണ്ടക്ടർ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഫിഫ്ത് ജനറേഷനിലാണ്. അഡ്വാൻസ്മെന്റ് ഇൻ സൂപ്പർ കണ്ടക്ടർ ടെക്നോളജി ഫിഫ്ത് ജനറേഷനിലാണ് വരുന്നത്. അതുപോലെ മോർ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് വിത്ത് മൾട്ടിമീഡിയ ഫീച്ചേഴ്സ് വരുന്നത് ഫിഫ്ത് ജനറേഷനാണ്. അതായത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, കൂടെ മൾട്ടിമീഡിയ ഫീച്ചേഴ്സിന്റെ വ്യാപനവും ഈ ഫിഫ്ത് ജനറേഷനിലാണ്. അതായത് വെരി പവർഫുൾ ആണ് ആൻഡ് കോമ്പാക്ട് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ റേറ്റ്സിലാണ് ഈ കോമ്പാക്ട് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കിട്ടുന്നത്. വെരി പവർഫുള്ളും ആണ്. ഇത് ഈ ഫിഫ്ത് ജനറേഷൻ ഇപ്പൊ നമ്മുടെ ഇതിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ, ഡെവലപ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് എന്താ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജാണ് ഇപ്പോഴും ഈ ഫിഫ്ത് ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഒരു ജനറേഷനെ കുറിച്ച് പറയുന്നത്. അതായത് 5 ജനറേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത് ജനറേഷൻ. ഈ 5 ജനറേഷനും അവയുടെ കുറച്ച് എക്സാമ്പിളുകളും കുറച്ച് ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇത് നമുക്ക് ഈ നമ്മുടെ PSCയുടെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള എക്സാമുകൾക്ക് മാത്രമല്ല KS കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു കാര്യത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ ജനറേഷനും അത്യാവശ്യം നന്നായി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു കാര്യം കൃത്യമായി പഠിക്കുക. ഇതുപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും വിശദമായി തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ബൈ.